ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ബാങ്ക് പോലെ ബാങ്കിനേക്കാളും എന്താ പറയുന്നത് സൂപ്പർ വേഗത്തിൽ ലോൺ തരുന്ന വളരെ ഇൻട്രസ്റ്റ് കുറവുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് എല്ലാവർക്കും ഒരു 80% പേർക്കെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു NBFC കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് റെയറാണ്. പക്ഷേ അവർ നല്ല രീതിയിൽ ലോൺ കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ചെക്ക് ചെയ്ത ഡീറ്റെയിൽസ് വെച്ച് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് 1 ലക്ഷം 2 ലക്ഷം സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും ഇതിൽ നിന്ന് ലോൺ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഓൺലൈൻ ലോൺ, അതായത് സ്മോൾ എമൗണ്ട് ലോൺ നിങ്ങൾക്ക് ഇതിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതിൽ ആപ്പിൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അപ്ലൈ ചെയ്ത കുറച്ച് പേർക്ക് നല്ല രീതിയിൽ ലോൺ കിട്ടിയിട്ടുണ്ട്. അതിൽ മീൻസ് ലോൺ അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം 50,000 രൂപ കിട്ടിയവർ ഡിസ്ക്രിപ്ഷനിൽ വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ സാലറി ആണോ സെൽഫ് എംപ്ലോയി ആണോ എത്ര കിട്ടിയെന്ന് ദയവായി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലോൺ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും കിട്ടും. ഒരു മന്ത്ലി ഇൻകം ഇതിന് ആവശ്യമാണ്. മന്ത്ലി ഇൻകം മീൻസ് നമുക്കൊരു 15 രൂപ സാലറി ഇതിൽ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയി ആണെങ്കിൽ 20,000 രൂപ. ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയി ആയിട്ട് എന്തെങ്കിലും, അതായത് ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങളെ മന്ത്ലി ഇൻകം 20,000 രൂപ. 20,000 ഉദ്ദേശിക്കുന്നത് ടേൺ ഓവറാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഏജ് 22 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് കൊടുക്കുന്നതാണ്. സിബിൽ സ്കോർ 700-ന് മുകളിൽ വേണം. പിന്നെ ആദ്യമേ തന്നെ നിങ്ങളുടെ ഏരിയയിൽ ഈ ഒരു ഫെസിലിറ്റി, ഇവരുടെ ഒരു ലോൺ എന്താ പറയുന്നത് ആ ഒരു അപ്ലിക്കേഷൻ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ അവൈലബിൾ ആണെങ്കിൽ അവൈലബിൾ എന്ന് കിട്ടും. നിങ്ങൾ ബാങ്കിലും പോകണ്ട, അതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്തും പോകണ്ട. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലോൺ അപ്ലൈ ചെയ്ത് ഒരു 3 ദിവസവും 4 ദിവസവും ഒന്നും കാത്തു നിൽക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു സ്പോട്ട് ലോൺ അപ്ലൈ ചെയ്ത് നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ലോൺ എത്തും. എനിക്ക് കിട്ടിയതാണ് എൻ്റെ എക്സ്പീരിയൻസും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറിച്ച് പറഞ്ഞവരുടെ എക്സ്പീരിയൻസും. കാരണം ഞാൻ എപ്പോഴും ഞാൻ ഓരോ ആൾക്കാരുടെ വിളിച്ച് ചോദിക്കും ഇതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവർ കൊള്ളാമെന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ആപ്പുകൾ ഞാൻ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് ഫില്ല് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും കുറച്ച് പേര് തെറ്റിക്കുന്നുണ്ട്. എന്തൊക്കെയോ എഴുതി വെച്ച് അല്ലെങ്കിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് വെച്ച് തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വരുത്തരുത്. ഞാൻ അങ്ങനെ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ചെറുതായി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ കൊടുക്കുക. പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ്, പാൻ കാർഡ്, മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, എന്നിട്ട് കണ്ടിന്യൂ. ഞാനിത് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജെൻഡർ, കറണ്ട് അഡ്രസ്സ് ലൈൻ 2, കറണ്ട് അഡ്രസ്, പിൻകോഡ്, സിറ്റി, സ്റ്റേറ്റ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ, ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കുക. മീൻസ് ഇവിടെ മോഡ് ഓഫ് സാലറി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങളുടെ എന്താണ് നിങ്ങൾ കറൻ്റ്ലി ഉള്ളത് അതേപോലെ കൊടുക്കുക. പിന്നെ ഇപ്പോൾ എന്താ പറയുന്നത്, ഞാനിപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം ജില്ലയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ശങ്കേഴ്സ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ കൊല്ലത്ത് ആ ഒരു പിൻകോഡിൽ നിങ്ങൾക്ക് അവൈലബിൾ അല്ല ഇവരുടെ സർവീസ്. അപ്പോൾ നിങ്ങൾക്ക് എറണാകുളത്ത് എന്തെങ്കിലും പിന്നെ അഡ്രസ്സ് വേണമെങ്കിൽ ജസ്റ്റ് എന്നെ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്രസ്സ് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്, മനസ്സിലായല്ലോ. കാരണം ഒരു അഡ്രസ്സിൽ തന്നെ 100-150 വെരിഫിക്കേഷൻ വരികയാണെങ്കിൽ അവർക്ക് ഡൗട്ട് വരും. പിന്നെ അതെന്താ നെഗറ്റീവ് ലിസ്റ്റിൽ പെടുത്തും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അത് കറണ്ട് അഡ്രസ് പ്രൂഫായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ഗെറ്റ് ലോൺ ഓഫർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇങ്ങനെ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് എടുക്കില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ സ്പോട്ടിൽ ക്യാഷ് വരുന്നതാണ്. ഓക്കെ, അതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ഇത് RBI അപ്രൂവ്ഡ് ആണ്, NBFC ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ എലിജിബിലിറ്റി കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെക്കൻഡറി ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ബി പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ബി പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം ചില ലോൺ ആപ്പിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മൾക്ക് ആ ഒരു ചാനലിൽ ചെയ്യാൻ കഴിയുള്ളൂ. ചില ഡീറ്റെയിൽസ്, ചില ആപ്പിനെ കുറിച്ചും ലോണിനെ കുറിച്ചുമെല്ലാം നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചാനലിലൂടെ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി ചെയ്തത്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇപ്പോൾ ലോൺ ആപ്പിൻ്റെ ഭീഷണി, അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ സപ്പോർട്ട് വേണമെങ്കിൽ, ഇതുപോലെ പ്രസൻറ്റ് അഡ്രസ്സിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് എങ്ങനെ
എങ്ങനെ വേഗത്തിലെടുക്കാം, അതുപോലെ തന്നെ പേഴ്സണൽ ലോൺ എങ്ങനെ നിങ്ങൾക്ക് വേഗത്തിലെടുക്കാം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി നിങ്ങൾക്ക് അതിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അതും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആപ്പിൻ്റെ പേര് പ്രിഫർ എന്നാണ്. അത് നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ല എമൗണ്ട് കിട്ടും. സാലറി ഉള്ളവരാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും. ഒരുവിധം സിബിൽ സ്കോറും വേണം. നിങ്ങൾ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റോ 0 പേപ്പർ വർക്കാണ്. അപ്പോൾ അതുപോലെ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക, ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.